Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സ്കാം നടക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോബിൻ്റെ പേരിൽ കുറേ സ്പാമും കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുന്നുണ്ട്. ഫ്രോഡ് പരിപാടികൾ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അലേർട്ട്നെസ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കും ഇതുപോലെ ഇങ്ങനെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിത്ത് പ്രൂഫ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് തന്നെ നമ്മൾ സൈബർ പോലീസ് അല്ലെങ്കിൽ കേരള സൈബർ പോലീസിൽ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് മാസങ്ങളായിട്ട് ചിലപ്പോൾ 6 മാസമൊക്കെ ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും എങ്ങനെ സൈബർ പോലീസിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ ബേസിൽ ഇഷ്ടംപോലെ കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പോലെ പാർട്ട് ടൈം ജോബ് ഇട്ടിട്ട് പണി കിട്ടി എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ്സ് വരുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഇതിന് ആക്ച്വലി പ്രൂഫും കാണാനൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത്ര കാലം അതിൻ്റെ കുറിച്ച് വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒരു അലേർട്ട്നെസ് വീഡിയോ ഇതുപോലെ നോർമൽ പോലെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് വിത്ത് പ്രൂഫ്. എനിക്കും ആക്ച്വലി ഇതുപോലെ വാട്സപ്പിൽ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെസ്സേജ് വന്നിരിക്കുക. നമ്മളൊരു വലിയ അവർ പറയുന്നത് ഒരു IT കമ്പനിയാണ്, വലിയൊരു IT കമ്പനി. ഞാൻ ആക്ച്വലി അതിൻ്റെ കമ്പനി സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതൊരു അത്യാവശ്യം വലിയ ഒരു IT കമ്പനിയാണ്. അപ്പോൾ ആ IT കമ്പനിക്ക് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അവരുടെ എന്താ പറയുക പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഏതൊരു പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെയാണ്. കറക്റ്റ് നമ്മുടെ ഒരു HR-ൻ്റെ ഒരു സംഭവത്തിൽ ഇത് എനിക്ക് ഫേക്ക് ഫോട്ടോ ആണ്. അപ്പോൾ തന്നെ ഫോട്ടോ കണ്ട് തന്നെ മനസ്സിലായെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നോക്കിയപ്പോൾ തന്നെ ആ ഫോട്ടോയ്ക്ക് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഇത് എവിടെ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരോട് ചാറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ ഞാൻ കുറേ വട്ടം കറക്കി സംഭവം കുറേ നമ്മൾ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എന്തായാലും ആ കമ്പനിയുടെ പേരോ ആ സംഭവമൊന്നും പറയുന്നില്ല, അത് ഇനിയിപ്പോൾ ഇഷ്യൂ ആവണ്ട. അവരൊരു IT കമ്പനിയാണ് ഇവർ പറയുന്നത്. ഞാൻ കട്ടെ ഞാൻ ആക്ച്വലി ഇത് ഞാൻ ഇവിടെ കൊടുക്കട്ടെ. നമുക്ക് ഇത് പാർട്ട് ടൈം ജോബാണ്. നമുക്കിതിൽ 30,000 തൊട്ട് 40,000 വരെ നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാക്കാം. ഞാൻ ആക്ച്വലി ഇവർ പറഞ്ഞു ഒരു പാർട്ട് ടൈം ജോബ് നമ്മൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്. ഹലോ ക്യാൻ ഐ ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് യുവർ ടൈം, ഐ ഹോപ്പ് യു ഹാവ് ഗുഡ് എന്നൊക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചല്ല അറിയുന്ന ആളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ആയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അവരൊരു ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ നിന്നാണ് ഒരു 𝘗𝑄𝑒.𝗀𝗏 കണ്ടിട്ട് വിളിക്കുന്നതാണ്. ഞാൻ 𝘗𝑄𝑒.𝗀 നമ്മൾ പണ്ട് ഇട്ടേക്കുന്നതാണ്. അതിലെൻ്റെ പ്രൊഫൈലൊക്കെ അടിച്ചു പോയതാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫേക്ക് ഫ്രോഡാണ് പരിപാടിയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ജോബ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു MNCയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ വേണ്ട, നമ്മുടെ ഒരു വർക്ക് ഫ്രം ഹോം ഉണ്ട്, അത് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇങ്ങോട്ട് തിരിച്ചയച്ചു. ബട്ട് ദിസ് ഈസ് മറ്റേ ഇംഗ്ലീഷിൻ്റെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഫ്രോഡ് പരിപാടിയാണ്. അപ്പോൾ ഒരാഴ്ചക്കുന്നത് ഓക്കെ ബട്ട് ദിസ് വർക്ക് ഫ്രം ഹോം ആൻഡ് ക്യാൻ ബി എ പാർട്ട് ടൈം ജോബ് എന്നൊക്കെ അവർ തിരിച്ചയച്ചേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് പെണ്ണൊന്നല്ല അയച്ചേക്കുന്നത് തോന്നുന്നുണ്ട്. ഇവരെ ഒരു സ്റ്റൈൽ ഓഫ് കണ്ടിട്ട് ഒരാണ് മെസ്സേജ് ചെയ്യുന്ന പോലെയാണ് അയച്ചേക്കുന്നത്. അതായത് ഞാനിവിടെ അവിടെ കോൾ ചെയ്ത് നോക്കി, അപ്പോൾ ഒരു കോൾ എടുക്കുന്നില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആരും വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അവിടെ താഴെ ആളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു മെസ്സേജ് ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ. ഐ അണ്ടർസ്റ്റാൻഡ് യു ഓൾറെഡി ഹാവ് ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ജോബ് ഉണ്ട്, എനിക്ക് പാർട്ട് ടൈം ജോബ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അവർ സമ്മതിക്കുന്നില്ല, അവർ വിടുന്നില്ല. ഇതിപ്പോൾ അപ്പോൾ അവരിങ്ങനെ തിരിച്ചിരിക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് യു ഓൾറെഡി ഹാവ് എ ജോബ് ബട്ട് ഹാവിങ് എ സെക്കൻഡ് ഇൻകം ക്യാൻ ഹെൽപ്പ് ടേക്ക് കെയർ ഓഫ് അദർ. ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി സെക്കൻഡ് ഇൻകം ഉണ്ട്. അപ്പോൾ എന്നിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അടുത്ത ഇൻകം നല്ലതല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ വരും. അപ്പോൾ നോർമലി ഏത് കമ്പനി ആയാലും ഇങ്ങനത്തെ സംഭവമാണെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ കൊടുത്ത് ഒന്നും തരില്ല, അത് വേറെ കാര്യം. പിന്നെ അവർ പറഞ്ഞു എന്നാ കേൾക്കട്ടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ക്ലിക്ക് ആയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എടുക്കാമല്ലോ, അപ്പോൾ ആൾക്കാർക്ക് കുറച്ചൊരു അലേർട്ട്നെസ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞു ഇത് ആക്ച്വലി ഒരു 3rd ജനറേഷൻ കമ്പനിയാണ്. ആക്ച്വലി ഇവർ പറഞ്ഞ കമ്പനി എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ സെറ്റിൽ ആയിട്ടുള്ള ഒരു IT കമ്പനിയാണ്. ഇവർ പറയുന്നത് ഇതൊരു 3rd ജനറേഷൻ കമ്പനിയാണ്. വി ഹെൽപ്പ് എൻ്റർപ്രൈസസ് ട്രാൻസ്ഫോം ബിസിനസ് ഗ്ലോബലി ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഞാൻ ആക്ച്വലി ഇവർ പറഞ്ഞ കമ്പനിയുടെ എനിക്ക് ആക്ച്വലി ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഒരു നോർമൽ നമ്മുടെ ഇപ്പോൾ ഇൻഫോസിസ് അങ്ങനെ പറയുന്ന പോലത്തെ ഒരു IT കമ്പനിയാണ്. ഇവർ പറയുന്നത് ഇവർ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിനെയും കമേഴ്ഷ്യൽ സ്റ്റോറിനെയൊക്കെ അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൽ ഫീഡ്ബാക്ക് കൂട്ടി കൊടുക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് അവർ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് നമുക്ക് എന്താ പറയുക ടൈപ്പിംഗ് ജോബും ഉണ്ട്. നമ്മൾ പറയുന്ന സംഭവം ടൈപ്പ് ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കാശ് വരും, അങ്ങനെ ഒരു സംഭവം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേറെ ഓപ്ഷൻ ഇവർ വിടുന്നില്ല. നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യില്ല, ഇവർ വിടുന്നില്ല, ഇവർ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറേ വട്ടം ചിരിക്കും. നമ്മൾ കുറേ ഇതുപോലെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ സംഭവം ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിരിക്കും. ഞാൻ ഇതിൻ്റെ നമ്പറൊന്നും ഇനി ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ ചുമ്മാ എന്താ പറയുക പ്രൈവസി സംഭവം ഇഷ്യൂ ആവണ്ട.
അപ്പോൾ ഇങ്ങനത്തെ ഫ്രോഡ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളോടൊരു ജോലി നമുക്ക് തരും. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ടൈപ്പിംഗ് ജോബ് ആയിരിക്കും. അവരൊരു ടൈപ്പിംഗ് ജോബ് തരും. ചിലപ്പോൾ കുറച്ച് പേജസുകളായിരിക്കും, ഇത്ര 2 ദിവസങ്ങളിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എമൗണ്ട് തരും. ചിലപ്പോൾ അവർ ആദ്യത്തെ 2 പ്രാവശ്യം ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് കൊടുക്കും ചെയ്യും. പക്ഷേ അത് കൊടുക്കുന്നത് ചെറിയ എമൗണ്ട് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഈ ചെറിയ വർക്കായിരിക്കും ചിലപ്പോൾ ആദ്യം നമുക്ക് തരാം. 3ാമത്തെ വട്ടം അവർ അങ്ങനെയാണ് പറ്റിക്കുന്നത്. ഒരു 3ാമത്തെ വട്ടം വർക്ക് കൊടുക്കുമ്പോൾ ഹെവി വർക്ക് കൊടുക്കും. ഈ ഇഷ്ടം പോലെ ഇപ്പോൾ എമൗണ്ട് പേജസ് കൊടുക്കും. അത് ഒരാഴ്ചയുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറയും. അത് എങ്ങനെ നോക്കിയാലും കമ്പ്യൂട്ടർ ഇറങ്ങി വന്ന് അടിക്കേണ്ടി വരും, നല്ല കഴിയുള്ളൂ. അത്ര അധികം വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെയും വരും, നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്തില്ല, നമുക്ക് ഇതിന് ഫൈൻ ഉണ്ട്, ഇതിന് ടാക്സ് അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കാശ് അയക്കാൻ പറയും. ഇങ്ങനെ കുറേ പേര് നമുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് സ്ക്രീൻഷോട്ടും കാര്യമൊന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഇത് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ പേജസ് എടുത്തിട്ട് ഇതിൽ കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇഷ്ടംപോലെ അതിൻ്റെ കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കേരള സൈബർ പോലീസിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ ഇതിൻ്റെ കമൻറ്റ്സ് കിട്ടാം. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഈ ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംഭവത്തിൽ പെടരുത് കേട്ടോ. അപ്പോൾ അതിന് ഒരു അലേർട്ട്നെസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, 𝗏𝗏𝗏𝗏 എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് കാര്യമൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.